ദിവസമായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം എന്നാൽ പിന്നെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ചുമ്മാ ഒന്ന് പുറത്ത് പോയി ജസ്റ്റ് കറങ്ങിയിട്ട് പോരുന്നു, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വഴി കാണാം. അപ്പോൾ വിശന്നിട്ട് പോയി ഫുഡ് വന്നു. ഫുഡ് കഴിച്ചിട്ട് പരിപാടി നോക്കാം. അപ്പോൾ ബിരിയാണിയാണ് പറഞ്ഞത്. അത് കുഞ്ഞിന് പൊറോട്ട മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങിയടിക്കാമെന്ന് പറഞ്ഞ് വന്നതാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ പ്ലാനിങ്ങിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചേട്ടായി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്കും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഷർട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി പാൻറ്റിൻ്റെ സെക്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പിന്നീടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കൺട്രോളിലായിരുന്നില്ല. അച്ഛയുടെ കയ്യിൽ നിന്ന് ചാടി ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഞാൻ ഇതിലൂടെ പോയാൽ അവൾ അതിലൂടെ വരും, ഞാൻ അതിലൂടെ പോയാൽ അവൾ ഇതിലൂടെ വരും, എന്നെ പെട്ടെന്ന് കണ്ട അപ്പുറത്തൂടെ ചാടും. ഇതൊക്കെയായിരുന്നു അവസ്ഥ. അവളുടെ ഈ ഓട്ടം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഒന്ന് കൺഫ്യൂഷനായി. ഞാനിപ്പോൾ നിൽക്കുന്ന ഷോപ്പിലാണോ അതോ പാർക്കിലാണോ എന്ന്. ഇതുപോലെ കൺഫ്യൂഷൻ അടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവളുടെ ഓട്ടപ്പാച്ചിനിടയിലും ഷോപ്പിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീണാലും പ്രശ്നമല്ല, ഞങ്ങൾ ഹാപ്പിയാണെന്നുള്ള മട്ടിലായിരുന്നു അവളുടെ ഓട്ടം. അങ്ങനെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഇനി എനർജി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയാൽ ഞങ്ങൾ നേരെ പോയത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീം മുഖ്യം ബിഗിലെന്ന് പറഞ്ഞ മുദ്രാവാക്യമായിട്ടാണ് വാക്കുട്ടി എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. അങ്ങനെ നമുക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്ത് ഞങ്ങളും ഒന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഒന്ന് എനർജി ഒന്ന് ബാക്കപ്പൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായതിനു ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹോം ടൗണിലേക്കാണ്. വീട്ടിലേക്കും കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഓടിക്കളിച്ച ക്ഷീണത്തിൽ വാക്കുട്ടി ഈ സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം നമ്മൾ തിരികെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.